നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ട്രേഡർ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ജാക്ക്പോട്ട് ടൈപ്പ് ഓഫ് ട്രേഡർ ആണോ, അതോ നമ്മളൊരു കൺസിസ്റ്റന്റ് ഡ്രിവൺ ട്രേഡർ ആണോ? ഇതിൽ ഏതാണ് നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കണം. ഈ ജാക്ക്പോട്ടിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്, അത് വല്ല കാലത്ത് അടിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്ന ട്രേഡറോ, അവരൊരു നിശ്ചിത പോയിന്റ്സോ അല്ലെങ്കിൽ നിശ്ചിത പ്രോഫിറ്റോ ആയിരിക്കും ഒരു ദിവസം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും. പക്ഷെ മറ്റേത് വല്ല കാലത്തും വരുന്നതാണ്. അപ്പൊ നമ്മള് ആവശ്യമില്ലാത്ത ട്രേഡുകളിലൊക്കെ പോയി നമ്മൾ ഗ്രീഡി മൈൻഡ് സെറ്റ് എന്ന സംഭവം നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ അങ്ങനെ നമ്മൾ ലോസിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് ലോങ് ടൈമിൽ. പക്ഷേ ഈ കൺസിസ്റ്റന്റ് ട്രേഡേഴ്സ് അവർ ചിലപ്പോൾ 1% ആയിരിക്കും ഒരു ദിവസം അച്ചീവ് ചെയ്യുന്നത്, അവർ ക്യാപിറ്റലിൽ 1%. പക്ഷെ നമ്മളൊരു ലോങ് റണ്ണിൽ നോക്കി കഴിയുമ്പോൾ അവർക്ക് വലിയൊരു എമൗണ്ട് ആയത് എനിക്ക് തോന്നുന്നു 3700% എന്തോ എത്തും ഈ 1% വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് അത്ര ഒന്നും അച്ചീവ് ചെയ്യേണ്ട, നമുക്കൊരു 100% വെച്ച് നോക്കിക്കൂടെ? അത്ര ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 1% അല്ലെങ്കിൽ 0.5% നമുക്ക് എത്രയാണോ പറ്റുന്നത് ആ ഒരു ചെറിയ പേഴ്സൻറ്റേജ് വെച്ച് അച്ചീവ് ചെയ്താൽ മതി. ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ വലിയ പോയിന്റുകൾ മാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളത് വെരി ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ഈ ഓരോ സ്റ്റെപ്പുകൾ കയറുമല്ലോ, നമ്മൾ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പ് 1, 2, 3 എന്ന് പറഞ്ഞാൽ കയറാം, അല്ലാതെ 1, 5, 10 അങ്ങനെ കയറരുത്. അത് കയറാൻ പറ്റുന്നവർ കയറും, പക്ഷെ അത് എത്ര എത്ര സ്റ്റെപ്പ് അങ്ങനെ കയറാൻ പറ്റുമെന്ന് കൂടി നിങ്ങൾ ആലോചിച്ചിട്ട് കയറും. പക്ഷെ 1 by 1 കയറുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് കയറി പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ തന്നെയാണ് ട്രേഡിങ്ങിലും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏത് ട്രേഡർ ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ ജാക്ക്പോട്ട് ടൈപ്പ് ഓഫ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റില്ല ലോങ് റണ്ണിൽ. ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങൾ ഷോർട്ട് റണ്ണിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റുമായിരിക്കും, എന്ന് വെച്ചാൽ വലിയൊരു ജാക്ക്പോട്ട് കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.